ഭഗവാന്റെ പുരുഷാവതാരങ്ങൾ 3 ഭഗവാന്റെ 3 പുരുഷാവതാരങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് കാരണോദകശായി വിഷ്ണു, അതായത് ഭഗവാൻ കാരണജലത്തിൽ ശയിക്കുന്നു. ആ വിഷ്ണുവിനെയാണ് നമ്മൾ മഹാവിഷ്ണു എന്ന് പറയുന്നത്. പുരുഷാവതാരങ്ങളിൽ ഒരു അവതാരം കാരണോദകശായി വിഷ്ണു, കാരണജലത്തിൽ ശയിക്കുന്ന വിഷ്ണു എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണ ഉദകശായി. അന്നേരം ഭഗവാന്റെ രോമകൂപത്തിൽ നിന്നും ഓരോരോ ബ്രഹ്മാണ്ടങ്ങൾ ഇങ്ങനെ ആവിർഭവിക്കുന്നു. ഇനി രണ്ടാമത്തെ പുരുഷാവതാരം എന്ന് പറഞ്ഞാൽ ഗർഭോദകശായി വിഷ്ണു, ഗർഭജലത്തിൽ ശയിക്കുന്നു. അതായത് ആദ്യം ഞാൻ പറഞ്ഞ കാരണോദകശായി വിഷ്ണുവിൻ്റെ രോമകൂപത്തിൽ നിന്നും ഓരോരോ ബ്രഹ്മാണ്ടങ്ങൾ വരുന്നു. എന്നിട്ട് ആ ഓരോ ബ്രഹ്മാണ്ടത്തിൻ്റെ ഉള്ളിലും ഭഗവാൻ ഗർഭോദകശായി വിഷ്ണുവായിട്ട് കയറുകയാണ്. എന്നിട്ട് ഭഗവാന്റെ നാഭിയിൽ നിന്ന് പത്മം വരികയാണ്. ആ പത്മത്തിൽ നിന്നാണ് ബ്രഹ്മദേവൻ വരുന്നത്. അപ്പോൾ 2 പുരുഷാവതാരങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഒന്ന് കാരണോദകശായ വിഷ്ണു, രണ്ടാമത്തത് ഗർഭോദകശായ വിഷ്ണു. ഇനി മൂന്നാമത്തെ പുരുഷാവതാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീരോദകശായി വിഷ്ണു, ക്ഷീരസാഗരത്തിൽ ശയിക്കുന്ന ഭഗവാൻ. അതായത് ആദ്യം ഭഗവാൻ കാരണജലത്തിൽ ശയിക്കുന്നു. ഭഗവാന്റെ രോമകൂപങ്ങളിൽ നിന്നെല്ലാം ബ്രഹ്മാണ്ടങ്ങൾ വരുന്നു. എന്നിട്ട് ഓരോ ബ്രഹ്മാണ്ടത്തിൻ്റെ ഉള്ളിൽ ഭഗവാൻ വീണ്ടും ശയിക്കുകയാണ്. അടുത്തൊരു വിഷ്ണുവിൻ്റെ, ആ വിഷ്ണുവിൻ്റെ പേരാണ് ഗർഭോദകശായ വിഷ്ണു. കാരണം ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സൃഷ്ടിയുടെ കാര്യങ്ങളും വരികയാണ്. ഇതിലാദ്യം വരുന്നത് ബ്രഹ്മദേവനാണ്. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ ഈ 14 ലോകങ്ങളെയും ഗർഭത്തിൽ ധരിച്ചിരിക്കുകയാണല്ലോ. അതുകൊണ്ടാണ് ഗർഭോദകശായ വിഷ്ണു എന്ന് പറയുന്നത്. ഗർഭജലത്തിൽ ശയിക്കുന്നു. ഗർഭജലം എന്ന് എന്തുകൊണ്ട് പറയുന്നു? ഭഗവാൻ ശയിക്കുന്ന ജലം പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളെയും ഗർഭത്തിൽ ധരിക്കുന്നതുകൊണ്ട് ആ വിഷ്ണു ആ ജലത്തിൽ ശയിക്കുന്നതുകൊണ്ട് ആ ജലത്തിൻ്റെ പേര് ഗർഭജലം എന്നാകുന്നു. എന്നിട്ട് ഭഗവാന്റെ പേര് ഗർഭോദകശായ വിഷ്ണു എന്നാണ്. ഇപ്പോൾ കാരണോദകശായ വിഷ്ണു, ഗർഭോദകശായ വിഷ്ണു. മൂന്നാമത്തെ പുരുഷാവതാരം ക്ഷീരോദകശായ വിഷ്ണു. ക്ഷീരോദകശായ വിഷ്ണു ബ്രഹ്മാണ്ടത്തിൻ്റെ ഉള്ളിൽ തന്നെ ക്ഷീരസാഗരത്തിൽ, അതായത് ധ്രുവലോകത്താണ് ക്ഷീരസാഗരം. ആ ധ്രുവലോകത്തിൽ ക്ഷീരസാഗരത്തിൽ ശയിക്കുന്നു. അവിടെ ഇരിക്കുന്ന ആ വിഷ്ണുവാണ് ഈ ബ്രഹ്മാണ്ടത്തിനകത്തുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിലിരിക്കുന്ന പരമാത്മാവ്. അതായത് ഭഗവാൻ അവിടെ ഇരുന്നു കൊണ്ട് എല്ലാവരുടെയും ഹൃദയത്തിലും വസിക്കുന്നു. ഭഗവാൻ അവിടെ ഇരുന്നു കൊണ്ട് ഓരോ ആറ്റമിൻ്റെ ഉള്ളിലും പ്രവേശിക്കുന്നു. ഭഗവാൻ അവിടെ മാത്രം ഇരിക്കുകയാണെങ്കിലും എല്ലായിടത്തും ഒരേപോലെ ഉണ്ട്. അതിന് ഉദാഹരണം പറയുന്നത്, ഒരു ചന്ദ്രൻ്റെ പ്രതിബിംബം നമ്മൾ ജലത്തിലും കാണാൻ കഴിയും അല്ലേ? ഭൂമിയിൽ ഏതൊക്കെ ജലസ്രോതസ് വയ്ക്കുന്നുണ്ടോ അവിടെ എല്ലാം ചന്ദ്രൻ്റെ പ്രതിബിംബം കാണാൻ കഴിയും. പക്ഷെ ചന്ദ്രൻ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് അല്ലേ? അതേപോലെയാണ് ഭഗവാൻ ആ ക്ഷീരസാഗരത്തിൽ ഇരുന്നു കൊണ്ട് ഓരോ ആറ്റമിലും പ്രവേശിക്കുന്നു, ഓരോ ഹൃദയത്തിലും പ്രവേശിക്കുന്നു. അപ്പോൾ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനും അതിനെ നിലനിർത്താനും വേണ്ടി ഭഗവാൻ എടുത്ത 3 വിഷ്ണു രൂപങ്ങളെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. പൊതുവേ നമ്മൾ എപ്പോഴും കേൾക്കുന്ന എന്താ? ഭഗവാൻ കൃഷ്ണൻ വിഷ്ണുവിൻ്റെ ഒരു അവതാരമാണെന്ന്. പക്ഷെ ഭാഗവത്തിൽ അങ്ങനെയല്ല പറയുന്നത്. ഭഗവാൻ കൃഷ്ണൻ നേരത്തെ ഇല്ല എന്നല്ല, ഭഗവാൻ എപ്പോഴും ഉണ്ട്. ഭഗവാൻ കൃഷ്ണരൂപം എടുത്തത് ദേവകിയുടെ പുത്രനായിട്ട് വരുമ്പോൾ മാത്രമല്ല, യശോദാപുത്രനായിട്ട് വരുമ്പോഴല്ല. ഭഗവാൻ അതിനു മുമ്പേയും ഭഗവാൻ നമ്മുടെ മുമ്പിൽ കൃഷ്ണരൂപം എടുത്തു വന്നത് 5000 വർഷം മുമ്പേ ആണെന്നേയുള്ളൂ. അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ സൂര്യനുണ്ട്, സൂര്യൻ അസ്തമിച്ചതിന് ശേഷവും സൂര്യനുണ്ട് അല്ലേ?
നമുക്ക് കാണാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ. അതേപോലെയാണ് ഭഗവാൻ ദ്വാരകാനാഥനായിട്ടിരിക്കുകയാണ്. അതേ ഭഗവാൻ തന്നെ വൈകുണ്ഠത്തിൽ നാരായണനായിട്ടും ഇരിക്കുന്നു. അതേ ഭഗവാൻ കാരണജലത്തിൽ കാരണോദകശായ വിഷ്ണുവായിട്ടും ഗർഭജലത്തിൽ ഗർഭോദകശായ വിഷ്ണുവായിട്ടും ക്ഷീരസാഗരത്തിൽ ക്ഷീരോദകശായ വിഷ്ണുവായിട്ടും ശയിക്കാം. അപ്പോൾ ഭഗവാന്റെ അവതാര പട്ടികയിൽ പുരുഷാവതാരങ്ങളുണ്ട്. ഭാഗവതം എന്തു പറയുന്നത്, ഇതിനു മുമ്പ് എത്രയോ പ്രാവശ്യം പഠിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ 3 വിഷ്ണു രൂപങ്ങളെക്കുറിച്ച് നിങ്ങൾ ആദ്യമായിട്ട് എനിക്ക് കേൾക്കും അല്ലേ? പക്ഷേ നമുക്കെപ്പോഴും വരുന്നൊരു കൺഫ്യൂഷനാണ്. ഭഗവാൻ മഹാവിഷ്ണുവായിട്ട് നമ്മൾ കേൾക്കുന്നു, അദ്ദേഹത്തിൻ്റെ രോമകൂപത്തിൽ നിന്ന് ബ്രഹ്മാണ്ടങ്ങൾ വരുന്നതായിട്ട്. അങ്ങനെയാണെങ്കിൽ ഭഗവാന്റെ നാഭിയിൽ നിന്ന് പത്മം അതേ വിഷ്ണുവിൽ നിന്നാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ക്ഷീരസാഗരത്തിൽ ആരാ ശയിക്കുന്നതെന്ന് ഇത് പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. TV സീരിയലിൽ കണ്ടിട്ടുമുണ്ട്. ഭഗവാൻ ചിലപ്പോൾ ക്ഷീരസാഗരത്തിൽ ശയിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, ചിലപ്പോൾ ഭഗവാന്റെ നാഭിയിൽ നിന്ന് പത്മം. ഇതെല്ലാം ഒരാളാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഒരാൾ തന്നെയാണ്. പക്ഷേ ഭഗവാൻ 3 രൂപങ്ങളിലൂടെയാണ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഒന്ന് മഹാവിഷ്ണു ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആധാരമായിട്ട് നിൽക്കുന്നു. ഭഗവാന്റെ രോമകൂപത്തിൽ നിന്ന് ബ്രഹ്മാണ്ടങ്ങൾ വരുന്നു. ആ ബ്രഹ്മാണ്ടങ്ങളുടെ ഉള്ളിൽ ഭഗവാൻ ഗർഭോദകശായ വിഷ്ണുവായിട്ട് ശയിക്കുന്നു. എന്നിട്ട് അത് കൂടാതെ ഈ പ്രപഞ്ചത്തിൻ്റെ പരിപാലനം ഭഗവാൻ ഏറ്റെടുക്കുന്നത് ക്ഷീരോദകശായ വിഷ്ണുവിലൂടെ. ദേവന്മാരെല്ലാവരും ഭൂമിക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ, ഏത് പ്രശ്നങ്ങൾ വരുമ്പോഴും അവരെപ്പോഴും പോകുന്നത് ക്ഷീരസാഗരത്തിലാണ്. അന്നേരം ശ്രീമദ് ഭാഗവത്തിൽ പല സന്ദർഭങ്ങളിലായിട്ട് ഈ 3 വിഷ്ണു രൂപങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. കാരണം മഹാവിഷ്ണുവിനെ കുറിച്ച് ക്ലാരിറ്റി കിട്ടുന്നത് നമുക്ക് സന്താന ഗോപാല ലീലയിലാണ്. ഭഗവാൻ കുട്ടികളെ രക്ഷിക്കാനായിട്ട് അർജുൻ കൊടുത്ത പ്രതിജ്ഞയുടെ അടിസ്ഥാനത്തിൽ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഭഗവാൻ ബ്രഹ്മാണ്ടത്തിന് പുറത്തു പോകുന്നു. അപ്പോൾ കാണുന്ന മഹാവിഷ്ണുവിനെയാണ്. പിന്നെ ഭഗവാന്റെ നാഭിയിൽ നിന്ന് സൃഷ്ടിയുടെ ആരംഭത്തിൽ പത്മം വരുന്നു, അത് ഗർഭോദകശായ വിഷ്ണു. എന്നിട്ട് ദേവന്മാർ ഭഗവാന്റെ അടുത്ത് അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് എപ്പോഴും ക്ഷീരസാഗരത്തിലാണ്. ഈ 3 വിഷ്ണു രൂപങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ജയവിജയന്മാർക്ക് ശാപം കിട്ടുന്നത് അത് ക്ഷീരസാഗരത്തിലാണ്. 4 കുമാരന്മാർ ഭഗവാനെ കാണാൻ പോകുന്ന ആ ക്ഷീരസാഗരത്തിലാണ്. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അന്നേരം ഈ 3 പുരുഷാവതാരം